കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് സോഷ്യോപാത്സ് എന്ന് പറയുന്ന ആളുകളുടെ സ്വഭാവ സവിശേഷത, അതിനെക്കുറിച്ച് കുറച്ച് അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ സോഷ്യോപാത്സ് എന്നാൽ നമ്മൾക്കറിയാം, നമ്മളുടെ ചുറ്റിനും സമൂഹത്തിൽ പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതയുള്ള ആളുകളുണ്ട്. നാർസിസ്റ്റ്, എംപാത്ത്, സോഷ്യോപാത്സ്, സൈക്കോപാത്സ്, അങ്ങനെ അതിൻ്റെ പട്ടിക നീണ്ടുപോകുന്നു. അപ്പോൾ സോഷ്യോപാത്സ് എന്നാൽ നമ്മൾക്കൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ അവർക്ക് ആൻറ്റി സോഷ്യൽ മെൻ്റൽ ഡിസോർഡർ ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഒരുപാട് ട്രോമാറ്റിക് ഡിസീസ് അവരിലുള്ള ആൾക്കാരാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിയെ കൊച്ചിലെ ഉള്ള പ്രായത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അവരുടെ ബന്ധത്തിലുള്ള ആർക്കെങ്കിലോ അല്ലെങ്കിൽ ഓർഫനേജിലോ വളരാനായിട്ടൊരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എടുത്തവനെ വളർത്തുക. അപ്പോൾ അവരുടെ വീട്ടിലും 2 കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാത്തിനും അവന് 3-ാം സ്ഥാനമാണ്. അപ്പോൾ അവനെ സ്നേഹിക്കാനോ അവനെ പരിചരിക്കാനോ അല്ലെങ്കിൽ അവനെ സ്വന്തമെന്ന് അവൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ മറ്റുള്ളവരുടെ കളിയാക്കൽ, ഇതെല്ലാം കണ്ടും കേട്ടും വളരുന്ന ഒരു സാധ്യതയിൽ അവൻ മനസ്സിൽ ഉള്ളിലൊരു അടിത്തറ പോലെ അവൻ്റെ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം പാകിക്കൊണ്ട് അതിൻ്റെ മുകളിൽ അവൻ അവൻ്റേതായിട്ടുള്ളൊരു ജീവിത ശൈലി വെച്ച് അവൻ്റേതായിട്ടുള്ളൊരു രീതി അവൻ ക്രിയേറ്റ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ കൊച്ചുനാളിലെ അമ്മയും അച്ഛനും ഒക്കെ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രോമാ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞ് ബാല്യത്തിലേ തൊട്ട് അവന് കണ്ടും കേട്ടും അവൻ്റെ മുന്നിൽ വരുന്ന വിഷമങ്ങളെ എല്ലാം ഒരു ഫൗണ്ടേഷൻ പോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത, ഒരു ജീവിത ശൈലിയിൽ വളർന്നു വരുന്ന ഒരു വ്യക്തിയാണ് സോഷ്യോപാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ കണ്ടും കേട്ടും ഒക്കെ പല പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആരും ഇത്തരത്തിലുള്ള ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, പരിചയപ്പെടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവരുടെ ചൂഷണത്തിന് വിധേയമാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന സൂചനകളൊക്കെ ഉള്ള ആൾക്കാർ സോഷ്യോപാത്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് പിന്മാറി നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഒരു പുല്ല് പറിച്ചു കളയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു വടവൃക്ഷത്തിനെ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ചുറ്റിനുമുള്ള ആളുകളെല്ലാം പലതരത്തിൽ പല സ്വഭാവ സവിശേഷതകളോടുകൂടി ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ചെയ്യുന്ന കർമ്മം, അതിൻ്റെ കർമ്മഫലം അല്ലെങ്കിൽ കർമ്മ മേഖലകൾ അതിലൂടെയൊക്കെ കടന്നുപോയി പല ജന്മങ്ങൾ എടുത്താൽ മാത്രമേ അവൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായിക്കൊണ്ട് ഒരു വെള്ളാരം കല്ലിനെ പോലെ ആയിക്കൊണ്ട് പരമചൈതന്യമായിട്ടുള്ള ഈശ്വരനിലേക്ക് മുക്തി അല്ലെങ്കിൽ മോക്ഷം നേടിക്കൊണ്ട് അതിലേക്ക് ചെന്ന് ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രത്തോളം കർമ്മം അതിൻ്റെ ഫലങ്ങളെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ പല ജന്മങ്ങൾ എടുത്തേ മതിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ മെൻ്റൽ ഡിസോർഡറുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ബിഹേവിയർ പാറ്റേൺസ് ഉള്ള ആളുകൾ മുന്നിൽ വരുമ്പോൾ, ഈ ആളുകളെല്ലാം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ആരുടെയും തെറ്റുകൊണ്ടല്ല, ഒരു ആത്മാവിൻ്റെ ആ ഒരു പരിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൽ അങ്ങനെയുള്ള ജന്മങ്ങൾ എല്ലാം എടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ സോഷ്യോപാത്സ് എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പരിചയപ്പെടലോ അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കലോ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഏതെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ, സോഷ്യോപാത്സ് എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ആരോടും സ്നേഹമോ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇൻറ്റൻഷൻസും അവർക്കില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർ ആ ഒരു രീതിയിലൂടെയൊക്കെ ജീവിച്ചു വന്നതുകൊണ്ട് അവർക്ക് മറ്റൊരാളിൽ നിന്ന് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും സ്നേഹമൊന്നും ഉൾക്കൊള്ളാനോ അനുഭവിക്കാനോ കഴിയാത്തത് കൊണ്ട് അവർക്ക് മറ്റാരോടും അങ്ങനത്തെ യാതൊരു ഫീലിങ്സും ഇല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ, അവരെപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ മാക്സിമം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇമോഷണൽ മാനിപ്പുലേഷനും അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അവർ മറ്റൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ
അവരെ ആരെങ്കിലും ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റ രീതി വെച്ചിട്ടോ ഒക്കെ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ നോക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധം സ്ഥാപിക്കൽ കൊണ്ട് എനിക്ക് വളർച്ച എത്രത്തോളം, എന്തെല്ലാം എനിക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് മാത്രമേ അവർ നോക്കാറുള്ളൂ. അപ്പം നമ്മളെ അവരിലേക്ക് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫിസിക്കലി വളരെ പെർഫെക്റ്റായിട്ട്, ഫിസിക്കലി വളരെ അട്രാക്റ്റീവായിട്ട്, നല്ല രീതിയിൽ പെരുമാറുന്ന രീതിയിൽ ഒക്കെ നമ്മളുടെ അടുത്ത് ഇടപഴകുമ്പോഴും ഒന്ന് ഓർത്തുകൊള്ളുക, അവരുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും അവർ നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവരറിയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അവരറിയാൻ ശ്രമിക്കുമ്പോൾ അവരതിലൂടെ നോക്കുന്ന പഴുതുകൾ ഇതിൽ ഏതെല്ലാം രീതിയിൽ ഇവരെ വെച്ചുകൊണ്ട് നമുക്ക് വളരാനായിട്ട് സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. ദൂരെ നിന്ന് സ്റ്റെയർ ചെയ്ത് നോക്കും. കാരണം അവർക്കറിയാം ഈ പറയുന്ന ആൾ അപ്പുറത്തെ സൈഡിലോ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ നിൽപ്പുണ്ട്. പക്ഷേ അവരത്ര മൈൻഡ് തരില്ല. അപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് ഇത്രയും അടുത്തറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ സ്നേഹത്തോടെ ചിരിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഒരു ഹായ് പറയാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യില്ല. കാരണം പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർക്ക് നമ്മളുമായിട്ട് യാതൊരു റിലേഷൻ ഉണ്ടെന്നോ അവർക്ക് ഫീലിങ്സ് ഉണ്ടെന്നോ ഇൻറ്റൻഷൻ ഉണ്ടെന്നോ ഒന്നും അറിയിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഐ കോണ്ടാക്റ്റ് ഒന്നും തരാത്തത് കൊണ്ട് തന്നെ അവർ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇമോഷണലായിട്ട് ഡ്രെയിൻ ആകുന്ന ഒരു സാഹചര്യം വരുന്നില്ല. പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അവർ നിങ്ങളോടൊരു 100,000 കള്ളത്തരങ്ങൾ പറയും. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്ത് വെച്ച് എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെന്താ ചെയ്യുക, അവരെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യും. അവർ ഫോൺ എടുക്കില്ല. 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ പിന്നെയും നമ്മൾ വിളിക്കുമ്പോൾ അങ്ങാനും ഫോൺ എടുത്താൽ അവർ 100,000 കള്ളം പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ വളരെയധികം ഇമോഷണലി അങ്ങ് ഡ്രെയിൻ ആയിക്കൊണ്ട് നമ്മൾ പറയും, ഇങ്ങനെ അവിടെ വെച്ച് കണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നലെ കണ്ടല്ലോ, എന്നിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഞാനത് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ 100,000 കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ നിങ്ങളെ പല രീതിയിലും വേദനിപ്പിക്കുമ്പോൾ അവർക്ക് അതിനൊരു കുറ്റബോധമോ ഒരു ഗിൽറ്റോ ഫീൽ ചെയ്യുന്നില്ല. കാരണം അവർ ജീവിച്ചു വന്ന സാഹചര്യം ആ ഒരു രീതി ആയതുകൊണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലല്ല ചില ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അവർ 100,000 കള്ളം പറയും. ഇപ്പം എനിക്ക് ജോലിയൊന്നും ശരിയായില്ല, എനിക്ക് ജീവിക്കാൻ വലിയ മാർഗ്ഗമില്ല, അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും സുഖമില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് സുഖമില്ല, കുറച്ച് പണം തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് പല തവണയായിട്ട് നമ്മളിൽ നിന്ന് പല രീതിയിലും നമ്മൾ പണം അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ആ ബന്ധം പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ സന്തോഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല അവർ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വരെയൊക്കെ എത്തിച്ചേരാം. പിന്നെ അതിന് ശേഷം നമ്മൾക്കൊരു പുനർവിചിന്തനം വന്നതിന് ശേഷം ഇവർ ഇത്രത്തോളമൊക്കെ ആയിട്ടും മാറുന്നില്ലല്ലോ, അപ്പം അവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു മോട്ടീവ്, ഒരു ഇൻറ്റൻഷൻ ആയിരുന്നോ എൻ്റെ അടുത്ത് എന്നൊക്കെയുള്ളൊരു സാധ്യത വരുമ്പോൾ നമ്മുടെ ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ പോയി വളരെ നെഗറ്റീവായി മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ, നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് തുറന്നെന്തെങ്കിലും സംസാരിക്കാൻ, ഒന്ന് ചിരിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ഒരു ആത്മഹത്യാ പ്രവണത വരെ പോകാനുള്ള ഒരു അവസ്ഥ അത് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സായിട്ടുള്ള ആരെങ്കിലും ഈ രീതിയിൽ നമ്മളുടെ ജീവിതമാണ്, ആരൊക്കെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്, പരിചയപ്പെടുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ ഇത്തരത്തിൽ ഇമോഷണൽ മാനിപ്പുലേഷൻ നിങ്ങളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ഇമോഷണൽ ഇൻ്റലിജൻസോട് കൂടി ഈശ്വരനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കൂടി എന്താണ് അവരുടെ മോട്ടീവ് ഐഡിയാസ് എന്ന് വെച്ച് നമുക്ക് അവരിൽ നിന്ന് നടന്നു നീങ്ങി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. എന്നെ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആരും ഒരു തരത്തിലുള്ള ചതിയിലും ചെന്നപ്പെടരുത് എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഉള്ളൂ. എന്ന് വെച്ച് ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, കൂട്ടുകാർ, വീട്ടുകാർ, ഇങ്ങനെയുള്ള ആൾക്കാരടുത്തേക്ക് വരുമ്പോൾ അവരെ കീറി മുറിച്ച് പരിശോധിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് കരുതി നോക്കേണ്ട ആവശ്യമില്ല. ഈശ്വരനെ അടിയുറച്ച് വിശ്വസിച്ചാൽ ആ ശക്തി നിങ്ങളെ നേർവഴിക്ക് നയിക്കും, നല്ലത് നിങ്ങളിലേക്ക് കൊണ്ടുതരും. നല്ലതല്ലാത്തതെല്ലാം
പല സാഹചര്യത്തിലൂടെ സാധ്യതകളിലൂടെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും തരിക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.